ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിസ്ഡസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 7th പേജാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. रात में हरिहर काका को भोग लगाने के लिए जो मिष्टान्न और व्यंजन मिले वैसे उन्होंने कभी नहीं खाए थे. അപ്പോൾ രാത്രിയിൽ ഹരിഹർ കാക്കയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവർ പ്രിപ്പയർ ചെയ്തു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിഷ്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസേർട്ട്സ് അതാണ്. പിന്നെ വ്യഞ്ജൻ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൊണ്ടുള്ള വിഭവങ്ങളെയാണ് വ്യഞ്ജൻ എന്നവർ പറയുന്നത്. അപ്പം വൈസെ ഉന്നോനെ കഭി നഹി ഖായേ ഥേ. അപ്പോൾ ഇതുവരെ അദ്ദേഹം കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഡിസേർട്ട്സും പിന്നെ അതുപോലെയുള്ള ഡിഷസുമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഖീ ടപക്തെ മാൽപുവെ, രസ് ബുനിയ, ലഡ്ഡു, ചേനെ കി തർക്കാരി, ദഹി, ഖീർ. അപ്പം ഖീ ടപക്തെ മാൽപുവെ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യക്കാർ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് മാൽപുവെ. അപ്പോൾ ഘീ ടപക്തെ എന്ന് പറഞ്ഞാൽ നെയ്യ് ഇങ്ങനെ അതിൽ നിന്നിങ്ങനെ ഒലിക്കുന്ന രീതിയിൽ ഉള്ള മാൽപുവെ. പിന്നെ അതുപോലെ രസ്ബുനിയ, വിവിധ തരത്തിലുള്ള ജ്യൂസസ്. ലഡ്ഡു എന്ന് പറയുമ്പോൾ ലഡ്ഡു. പിന്നെ ചേനയ്ക്ക് തർക്കരി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് തന്നെ പല രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ചിസൽഡ് വെജിറ്റബിൾസ്. പിന്നെ ദഹി തൈരിനെയാണ് നമ്മൾ ദഹി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഖീർ പായസം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള, വളരെ വെറൈറ്റി ആയിട്ടുള്ള, അദ്ദേഹം ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഭക്ഷണമാണ് ഹരിഹർ കാക്കയ്ക്ക് വേണ്ടിയിട്ട് മഹൻജിയും പിന്നെ അവിടെ നമ്മുടെ ഠാക്കൂർ ബാരിയിലുണ്ടായിരുന്ന മറ്റ് സെർവൻസും കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പൂജാരി ജീനെ സ്വയം അപ്പനെ ഹാത്തോം സെ ഖാന പരോസ ഥ. അപ്പോൾ പൂജാരി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഖാന പരോസ എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്ത് കൊടുത്തു. പിന്നെ പാസ് മേ ബൈഠെ മഹൻജി ധർമ്മ ചർച്ച സെ മൻ മേ ശാന്തി പഹൂഞ്ച രഹേ ഥേ. അപ്പം തൊട്ടടുത്തിരുന്ന മഹൻജി എന്ത് ചെയ്തു? ഈ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ശാന്തി പഹൂഞ്ച രഹേ ഥേ. एक ही रात में ठाकुरबाड़ी में जो सुख, शांति और संतोष पाया वह अपने अब तक के जीवन में उन्होंने नहीं पाया था. അപ്പം ഹരിഹർ കാക്കയ്ക്ക് അനുഭവപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി, ഒരൊറ്റ രാത്രിയിൽ ഠാക്കൂർ ബാരിയിൽ ചിലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ശാന്തിയും സമാധാനവും സുഖവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ അത്രയ്ക്കും ഇംപ്രസീവായിട്ട് മഹൻജിക്കും പിന്നെ ബാക്കിയുള്ള പൂജാരിമാർക്കും അവിടെ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് പറ്റി. ഇധർ തീനോ ഭായി രാത് ഭർ സോ നഹി സക്കെ. അപ്പോൾ ഹരിഹർ കാക്കയുടെ വീട്ടിലാണെങ്കിൽ ഹരിഹർ കാക്കയുടെ 3 ബ്രദേഴ്സിനും അന്നത്തെ രാത്രിയിൽ ഉറങ്ങാനേ പറ്റിയിട്ടില്ല. പിന്നെ ഭാവി ആശങ്ക ഉൻകെ മൻകോ മത്തി രഹി. അപ്പം ഭാവി ഇനി എന്താണ് നടക്കാൻ പോകുന്നത് അല്ലേ, അതായത് ആ സ്ഥലം ഇനി ആ 15 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഇനി അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അവർക്ക് കംപ്ലീറ്റ്ലി കൺഫ്യൂഷനായി. ഇനി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് മഹൻജി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലം ഇനി ഠാക്കൂർ ബാരിക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് തരാതിരിക്കുമോ എന്നുള്ളൊരു ചിന്തകളൊക്കെ അവരുടെ ഉറക്കത്തിനെ കെടുത്തി അല്ലേ. അപ്പോൾ മഥത്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുഴങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭാവി ആശങ്ക ഉൻകെ മൻകോ മഥത്തി രഹി. അതായത് ഭാവിയെക്കുറിച്ച് ഉള്ള ആശങ്ക അവരുടെ മനസ്സിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. 15 BK ഖേത്ത് അല്ലേ. അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് ആ 15 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് പോകുമെന്നുള്ളതായിരുന്നു അവരുടെ പേടി അല്ലേ. ഇസ് ഗാവ് കി ഉപജാവു സമീം. അതായത് ഈ വില്ലേജിലേക്കും വെച്ച് തന്നെ, ഈ ഗ്രാമത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഭൂമിയാണത്. ഓക്കെ. 2 लाख से अधिक की സമ്പത്തി, 2 ലക്ഷത്തിലധികം വില വരുന്ന സമ്പത്തുണ്ട്. ഓക്കെ. അഗർ ഹാത്ത് സെ നിക്കൽ ഗയി തോ ഫിർ വഹ് കഹി കെ നാ രഹെങ്കെ. പിന്നെ അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യവുമില്ല. മറ്റാരുടെയെങ്കിലും കയ്യിൽ അത് പെട്ടുപോയാൽ പിന്നെ അത് നമുക്ക് കാണാനും കൂടെ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അതായത് അത്രയ്ക്ക് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. അത് ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആരും തന്നെ തിരിച്ചു തരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്
അഗർ ഹാത്ത് സെ നിക്കൽ ഗയി തോ ഫിർ വഹ് കഹി കെ നാ രഹേംഗെ, അത് പിന്നെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ലാൻഡ് അല്ലെങ്കിൽ എന്താ അത് തന്നെ നമുക്ക് തിരിച്ചിനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. സുബഹ് തഡ്കെ ഹി തീനോ ഭായി പുന ഠാക്കുർ ബാരി പഹൂഞ്ചെ. അപ്പോൾ രാവിലെ അത് എന്താ വളരെ ഏർലി മോർണിംഗ് തന്നെ, സുബഹ് തഡ്കെ എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് എന്നാണ്. അപ്പം നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മൂന്ന് പേരും കൂടെ തിരിച്ച് ഠാക്കുർ ബാരിയിലേക്ക് പോയി. ഹരിഹർ കാക്കാക്ക് പാവ് പക്കട്ട് രോനെ ലഗെ, ഹരിഹർ കാക്കയുടെ കാല് പിടിച്ച് എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. അപ്പനി പത്നിയോം കി ഗൽത്തി കെ ലിയെ മാഫി മാങ് തഥാ ഉന്നെ ഠണ്ട് ദേനേക്ക് ബാത് കഹി. അപ്പം എന്താ അവരവരുടെ ഭാര്യമാർ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് അവർ മാപ്പ് ചോദിച്ചു. അതുപോലെ തന്നെ ഉനെ ധണ്ട് ദേനേക്ക് ബാത് കഹി, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്തോളാനായിട്ട് ഹരിഹർ കാക്കയോട് പറഞ്ഞു. സാത്ത് ഹി ഖൂൻ കെ റിശ്തേ കി മായ ഫൈലായി, ഹരിഹർ കാക്ക കാ ദിൽ പസീജ് ഗയ വഹ് പുന വാപസ് ഘർ ലൗട്ടായി. അതായത് സാത്ത് ഹി ഖൂൻ കെ റിശ്തേക്ക് മായ ഫൈലായി. അപ്പം ഇതിനോടൊപ്പം തന്നെ എന്ത് പറഞ്ഞു, ഖൂൻ കെ റിശ്തേക്ക് മായ ഫൈലായി, അതായത് ആ രക്തബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിനെ എന്ത് ചെയ്തു, തെറ്റിദ്ധരിപ്പിച്ചു. അതായത് അവർക്ക് ശരിക്കും സ്നേഹം ഉള്ളതുപോലെ ഹരിഹർ കാക്കയെ പറഞ്ഞ് എന്താ നമ്മൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാന്നൊക്കെ പറയാറില്ലേ, അതുപോലെ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ച്, അതായത് അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഹരിഹർ കാക്ക ദിൽ പസീജ് ഗയ. അപ്പോൾ ഇത് കേട്ടിട്ട് ഹരിഹർ കാക്കയുടെ ഹൃദയം തകർന്നു. അതായത് സഹോദരന്മാരുടെ സ്നേഹം കണ്ടിട്ട് അല്ലേ, അവർ സത്യത്തിൽ എന്താ ഒരു 15 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിന് വേണ്ടിയിട്ട് മാത്രമാണ് ഹരിഹർ കാക്കയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം എന്താ ഹരിഹർ കാക്കയെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് നാടകമൊക്കെ നടത്തി. അതിൽ ഹരിഹർ കാക്ക എന്ത് ചെയ്തു, ഹരിഹർ കാക്കയുടെ ഹൃദയം തകർന്നു. അതാണ് പസീജ് ഗയ എന്ന് പറഞ്ഞാൽ ഹൃദയം തകരുക എന്നുള്ളതാണ്. അപ്പം വഹ് പുന വാപ്പസ് ഘർ ലൗട്ടായി, അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് വന്നു. ലേക്കിൻ യഹ് ക്യാ, പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചത്, ഇസ് ബാർ അപ്പനെ ഘർ പർ ജോ ബദ്ലാവ് ഉन्होंने ലക്ഷ്യ കിയ ഉസ്നെ ഉനെ സുഖത് ആശ്ചര്യ മേ ഡാൽ ദിയ. അപ്പം ഇത്തവണ എന്താ ഹരിഹർ കാക്കയുടെ ഇത്തവണ വീട്ടുകാരെല്ലാവരും ബദ്ലാവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്തവണ എല്ലാവരുടെയും മാറ്റം എന്ന് പറയുന്നത് ഹരിഹർ കാക്കയെ ഉദ്ദേശിച്ചിട്ട് മാത്രമായിരുന്നു, ഹരിഹർ കാക്കയുടെ ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി മാത്രമായിരുന്നു. അപ്പം ഉസ്നെ ഉനെ സുഖ ആശ്ചര്യമേ ഡാൽ ദിയ. അപ്പോൾ ഇത്തവണത്തെ അവരുടെ ഒരു മാറ്റമൊക്കെ കണ്ടിട്ട് ഹരിഹർ കാക്ക തന്നെ എന്ത് ചെയ്തു, വളരെ ആശ്ചര്യത്തോട് നോക്കി, അതായത് അത്ഭുതപ്പെട്ടു പോയി, ഇവരൊക്കെ ഇത്രയും മാറിയോന്ന്. ഘർക്കെ ചോട്ടെ ബഡേ സബുനെ സിർ ആഖോ പർ ഉഠാനേക്കോ തയ്യാർ. അതായത് വീട്ടിൽ ചെറിയവരോ വലിയവരൊന്നും എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും അദ്ദേഹത്തെ എന്താ സിർ ആഖോ പർ ഉഠാനേക്കോ തയ്യാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ നമ്മൾ പറയാറില്ല, എടുത്ത് തലയിൽ വെക്കാൻ തന്നെ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു എല്ലാവരും. അതായത് അത്രയ്ക്കും കെയർ ചെയ്യാനായിട്ട് തുടങ്ങി. तो भाइयों की पत्नियों ने उनके पैर पर माथा रख गलती के लिए क्षमा याचना की. അപ്പോൾ സഹോദരന്മാരുടെ ഭാര്യമാരെന്താ ചെയ്തത്, അവരുടെ തല അദ്ദേഹത്തിൻ്റെ കാലിൽ വെച്ചു. അതായത് കാലിൽ തൊട്ട് തൊഴുകയെന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പം ഹരിഹർ കാക്കയുടെ കാല് പിടിച്ച് പറഞ്ഞു, ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് काल വീണു. അപ്പോൾ फिर उनकी आव भगत और जो खादर शुरू हुई वैसी खादर किसी के यहाँ मेहमान आने पर भी नहीं होती होगी. പിന്നെന്താ സംഭവിച്ചത്, फिर उनकी आव भगत और जो खादर शुरू हुई, പിന്നെ എന്താ സംഭവിച്ചത്, അവരുടെ ആതിഥ്യ മര്യാദകളൊക്കെ തുടങ്ങി. എങ്ങനെയാണ് തുടങ്ങിയത്, വൈസി ഖാദിർ കിസി കെ യഹാ മെഹ്മാൻ ആനെ പർ ഭി നഹി ഹോത്തി ഹെ. അതായത് വേറെ ഒരു എന്താ ഈ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പോലും, ഒരു അതിഥി വന്നാൽ പോലും കിട്ടാത്ത അത്രയും ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ സ്വീകരണമൊക്കെയാണ് ആർക്ക് കിട്ടിയതാ, ഹരിഹർ കാക്കയ്ക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആ ഭഗത് എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്, സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ഖാദിർ കിസിക്ക് ഇങ്ങനെ ഒരു സ്വീകരണം ഒരു മെഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാ, അതിഥിയാണ്, അതിഥിക്ക് പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഉൻകി രുചി और इच्छा के मुताबिक दोनों जून खाना नाश्ता तैयार. അപ്പോൾ ഹരിഹർ കാക്കയുടെ രുചി, അതായത് അദ്ദേഹത്തിൻ്റെ താല്പര്യവും ഇഷ്ടവും അനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓക്കെ, അത് എന്തായിരുന്നു അവിടെ തയ്യാറായിരുന്നു.
ഓക്കെ, അതാണ് ഉൻകി, അതായത് അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും അനുസരിച്ചിട്ടുള്ള ഫുഡ് തന്നെ അദ്ദേഹത്തിന് അവിടെ തയ്യാറാക്കി കൊടുത്തു. ഓക്കെ, മുത്താബിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ അതിനനുസരിച്ച് എന്നൊക്കെ പറയത്തില്ലേ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അതാണ് മുത്താബിക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, മുത്താബിക് ദോനോ ജൂൻ ഖാന നാശ്ത തയ്യാർ. അപ്പോൾ 5 महिलाएं उनकी सेवा में मुस्तैद, 3 भाइयों की पत्नियों और 2 उनकी बहुएं. അപ്പോൾ 5 महिलाएं उनकी सेवा में मुस्तैद, അദ്ദേഹത്തിനെ സെർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ വളരെ വിജിലൻ്റ് ആയിരുന്നു. അതായത് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്, എന്താണ് ഇനി ആവശ്യം എന്നുള്ളതിനെ പറ്റി. മുസ്തൈദ് എന്ന് പറഞ്ഞാൽ റെഡി അല്ലെങ്കിൽ വിജിലൻ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പം 5 സ്ത്രീകൾ ഇതിന് വേണ്ടിയിട്ട് വളരെ കീനായിട്ട് ഇങ്ങനെ അദ്ദേഹം കഴിക്കുന്ന ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ഭായിയും കി പത്നിയും, 3 പേര് അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സിൻ്റെ വൈഫ്, ഓർ 2 ഉൻകി ബഹുവയും, 2 പേര് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ മരുമക്കൾ എന്നാണ്. അപ്പം ഒന്നുകിൽ സഹോദരന്മാരുടെ ആൺമക്കളുടെ ഭാര്യമാരാവാം, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കളാവാം, പെൺകുട്ടികളാവാം. ഓക്കെ, അതാണ് ബഹുവയും. അപ്പം ഹരിഹർ കാക്ക ആരാം സെ ദാലാൻമേം പടേ രഹത്തെ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദാലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, ഇടനാഴിയിൽ റെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ജിസ് കിസി ചീസ് കി ഇച്ഛ ഹോത്തി ആവാസ് ലഗ്തേ ഹി ഹാസിർ. അപ്പോൾ അദ്ദേഹത്തിനോട് പറയാണ്, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്തെങ്കിലും ഞങ്ങളോടൊന്ന് ആവശ്യപ്പെട്ടാൽ മതി, ഞങ്ങളോടൊന്ന് വിളിച്ചു പറയുമോ, എന്തെങ്കിലും സൗണ്ട് വെക്കുമോ, എന്തെങ്കിലും ചെയ്താൽ മതി. ജിസ് കിസി ചീസ് കി ഇച്ഛ ഹോത്തി ആവാസ് ലഗാത്തേ ഹി ഹാസിർ. ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളതവിടെ എത്തിച്ചു തരാം. വേ സമജ് ഗയേ थे कि यह सब महन जी के चलते ही हो रहा है, इसलिए महन जी के प्रति उनके मन में आदर और श्रद्धा के भाव निरंतर बढ़ते ही जा रहे हैं. അപ്പം അദ്ദേഹം മനസ്സിൽ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, വേ സമജ് ഗയേ थे कि यह सब महन जी के चलते ही हो രഹാഹെ, അതായത് ഇതെല്ലാം ഇങ്ങനെയൊക്കെ തൻ്റെ വീട്ടുകാർക്ക് മാറ്റം വന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആരാണെന്ന മഹൻജിയാണ്. അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടതുകൊണ്ടും അഭിപ്രായം പറഞ്ഞതുകൊണ്ടും ഒക്കെയാണ് വീട്ടുകാർ ഇത്രയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് തുടങ്ങിയത്, അവർക്ക് ഇത്രയും മാറ്റം വരാനായിട്ടുള്ള കാരണം. അപ്പം ഇത് ഓർത്തിട്ട് എന്ത് ചെയ്തു, ഓരോ മൊമെൻറ്റിലും മഹൻജിയോടുള്ള ബഹുമാനം ഹരിഹർ കാക്കയ്ക്ക് കൂടിക്കൊണ്ടേയിരുന്നു. ഓക്കെ, आदर और श्रद्धा के भाव निरंतर बढ़ते ही जा रहे थे. बहुत बार ऐसा होती है कि बिना किसी के कुछ बताए गांव के लोग असली तद से स्वयं वाकिफ़ हो जाते हैं. അപ്പം ബഹുത് ബാർ ऐसा होता है അല്ലേ, പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ആൾക്കാരെല്ലാം കണ്ട് മനസ്സിലാക്കുന്നത് അല്ലേ. അസലി തദ്യ സേ സ്വയം വാക്കിഫ് ഹോ ജാത്തി ഹെ, അതായത് യഥാർത്ഥ കാര്യങ്ങൾ, ഫാക്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, തഥ്യം എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ശരിക്കുമുള്ള കാര്യങ്ങൾ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ വാക്കിഫ് എന്ന് പറഞ്ഞാൽ അവരതിനെക്കുറിച്ച് സ്വയം അറിഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്, അവെയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്നും പറയാതെ തന്നെ ആൾക്കാർ ഇതിനെപ്പറ്റി അവെയറായി തുടങ്ങുന്നത് ഇതിനു മുമ്പും പലതവണ സംഭവിച്ചിട്ടുണ്ട്. ഹരിഹർ കാക്കാക്കി ഇസ് ഘടന കെ സാത്ത് ऐसे ही हुआ. അപ്പം ഹരിഹർ കാക്കയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സംഭവം, ഈ ഒരു ഇൻസിഡൻറ്റും, ഘടന എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഭവം അല്ലെങ്കിൽ ഇൻസിഡൻ്റ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഈ ഒരു സംഭവം അങ്ങനെ തന്നെയാണ്. ആരും ഒന്നും പറയാതെ തന്നെ ആരറിഞ്ഞു, നാട്ടുകാർ, ഗ്രാമത്തിലുള്ളവരൊക്കെ അറിഞ്ഞു. ദർഅസൽ ലോഗോം കി ജുമാൻ സെ ഘടനാവോം കി ജുമാൻ സ്യാദ पैनी और असरदार होती है. അപ്പം ദർഅസൽ സത്യത്തിൽ ലോഗോം കി ജുമാൻ സെ ഘടനാവോം കി ജുമാൻ സ്യാദ पैनी और असरदाർ होती है. അതായത് ആൾക്കാർ പറഞ്ഞ് അറിയുന്ന കാര്യങ്ങളും ശരിക്കും നടന്നിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. സ്യാദ पैनी और असरदार, पैनी എന്ന് പറഞ്ഞാൽ അത്രയും ഷാർപ്പും അത്രയും असरदार എന്ന് പറഞ്ഞാൽ എഫക്റ്റീവുമായിട്ട് ആയിരിക്കും. അതായത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യവും ശരിക്കും നടന്നിട്ടുള്ള കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ അത്രയും ഷാർപ്പായിട്ടുള്ളതായിരിക്കും. അതായത് സത്യത്തിൽ നിന്നും എപ്പോഴും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട്, കുറച്ചും കൂടെ വളച്ചൊടിച്ചിട്ടായിരിക്കും ആൾക്കാർ പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്.
दरअसल लोगों की जुबान से घटनाओं की जुबान ज़्यादा पैनी और असरदार होती है. घटनाएं स्वयं ही बहुत कुछ कह देती है, लोगों के कहने की ज़रूरत नहीं रहती. അപ്പോൾ എന്താ, ഘടനയും സ്വയം ഹി ബഹുത് കുച്ച് കഹ ദേത്തി ഹെ. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇനി അത് നാട്ടുകാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും അതിനകത്ത് ഉണ്ടാവാനായിട്ട് ഇല്ല അല്ലേ. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് നാട്ടുകാർ പറയും കൂടി ചെയ്യുമ്പം കുറച്ചും കൂടെ എന്താ ഷാർപ്പായിട്ട് മാറും അല്ലേ. ആ ഒരു ഇൻസിഡൻറ്റ് കുറച്ചും കൂടെ ഷാർപ്പും എഫക്റ്റീവായിട്ട് മാറും. നാ തോ ഗാവ് കെ ലോഗോ സെ മഹൻജി നെ ഹി കുച്ച് കഹാ ഥാ ഓർ നാ ഹരിഹർ കാക്ക കെ ഭായിയോം നെ ഹി. സത്യത്തിൽ മഹൻജിയും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഹരിഹർ കാക്കായും നാട്ടുകാരോടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരും തന്നെ എല്ലാം അറിഞ്ഞു. ഇസ്കെ ബാവജൂദ് ഗാവ് കെ ലോഗ് സച്ചായി സെ അവഗത് ഹോ ഗയേ ഥേ. പക്ഷേ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എന്തു പറ്റി, നാട്ടുകാരെല്ലാവരും ഇതിനെപ്പറ്റി വളരെ അവെയറായിരുന്നു. എല്ലാവരും എല്ലാം തന്നെ അറിഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, സച്ചായി സെ അവഗത് ഹോ ഗയേ ഥേ. അവരെല്ലാത്തിനെ പറ്റിയും അവെയറായിരുന്നു. ഫിർ തോ ഗാവ് കി बैठकों में बातों का जो सिलसिला चल निकला उसका कहीं कोई अंत नहीं. പിന്നെന്താ, फिर तो गाँव की बैठकों में, ഈ നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, ഒന്നെങ്കിലും ഒരു ആൽമരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണും. അവിടെ മിക്കപ്പോഴും ആൾക്കാർ വന്ന് കൂടിയിരുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഗ്രാമത്തിലും ഉണ്ട് ബൈഠകവും, അതായത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് കൂടിയിരിക്കുന്നവർ. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെയുള്ള റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ ക്യാരി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കിടയിൽ എന്താ ഈ ഒരു കാര്യം ബാത്തോം കാ ജോ സിൽസില ചൽ നിക്കല. സിൽസില എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുടരെ ഒരു ചർച്ചയായിട്ടിങ്ങനെ തുടർന്ന് പൊക്കോണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ചൽ നിക്കല ഉസ്ക കഹി കോയി അന്ത് നഹി. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾക്കൊക്കെ ഒരിക്കലും ഒരു അവസാനം ഉണ്ടാകാറില്ല അല്ലേ. ഇവരെപ്പോൾ മീറ്റ് ചെയ്യുന്നോ അപ്പോഴെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യും. അപ്പോൾ ഹർ ജഗഹ് ഉൻഹി കാ പ്രസംഗ ശുരു. അപ്പം എല്ലാ സ്ഥലത്തും എവിടെ നോക്കിയാലും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ചർച്ച ആരംഭിച്ചു. हर जगह उनकी का प्रसंग शुरू. कुछ लोग कहते हैं कि हरिहर को अपनी ज़मीन ठाकुर जी के नाम लिख देना चाहिए. കുറച്ച് പേര് എന്താ പറയുന്നത്, ഹരിഹർ കാക്ക അദ്ദേഹത്തിൻ്റെ സ്ഥലം ഠാക്കൂർ ബാരിക്ക് എഴുതി കൊടുക്കണം എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു കുറച്ച് പേര് സംസാരിക്കുന്നത്. ഇസേ ഉത്തം ഓർ കുച്ച് നഹി. ഇതിനെക്കാട്ടിലും വലിയൊരു മഹത്വമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇതിലും ഉത്തമമായിട്ടുള്ളൊരു കാര്യം വേറെയില്ല. ഇസേ കീർത്തി ബി അചൽ ബനി രഹത്തി ഹെ. അപ്പം എന്താ ഇതിൽ നിന്ന് കിട്ടുന്ന, അതായത് ഠാക്കൂർ ബാരിക്ക് ഈ സ്ഥലം എഴുതി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഒരിക്കലും മാഞ്ഞു പോകുന്ന ഒന്നായിരിക്കത്തില്ല. അചൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്കത് ഫെയ്ഡ് അവേ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ എന്താ വിൽ നെവർ ഫെയ്ഡ് അവേ എന്നുള്ളതാണ് അർത്ഥം. അതായത് ഇസേ കീർത്തി ഭി അചൽ ബനി രഹത്തി ഹെ. അത് ഒരിക്കലും എന്താ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇറീപ്ലേസബിൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ്. അതങ്ങനെ റീപ്ലേസ് ചെയ്യുകയോ റിമൂവായി പോവുക അങ്ങനെയൊന്നും ചെയ്യുന്നൊരു കാര്യമല്ല. എപ്പോഴും അത് എന്താ അദ്ദേഹം ചെയ്ത ഈ മഹത്തായ കാര്യം എല്ലാവരും ചർച്ച ചെയ്യും. इसके विपरीत कुछ लोगों की मान्यता यह था कि भाई का परिवार तो अपना ही होता है. അപ്പോൾ ഇതിനെതിരായിട്ടാണ് കുറച്ച് പേര് സംസാരിച്ചത്. സഹോദരന്മാരുടെ കുടുംബം എന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബം തന്നെയല്ലേ എന്ന്. മാന്യത യഹ്ദി ഭായി കാ പരിവാർ തോ അപ്പനി ഹി ഹോത്തെ ഹെ. സഹോദരന്മാരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബമാണ്. അപ്പോൾ അപ്പനി ജായദാദ് ഉനെ നാ ദേനെ ഉൻകെ സാത്ത് അന്യായ കർണ ഹോഗ. അപ്പം തൻ്റെ പ്രോപ്പർട്ടി അല്ലേ, ജായദാദ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന അന്യായമാണ് അല്ലേ. അതിൽ ന്യായീകരിക്കാനായിട്ട് പ്രത്യേകിച്ച് അതിനെ നമുക്കൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അവരോട് കാണിക്കുന്ന മര്യാദകേടാണ്. ഓക്കെ, അപ്പം ഖൂൻ കെ റിശ്തേ കെ ബീച്ച് ദീവാർ ബനാനി ഹോഗി. അപ്പം രക്തബന്ധത്തിനിടയിൽ മതിൽ പണിയുന്നത് പോലെയാണ് ഹരിഹർ കാക്ക ഈ സ്ഥലം ഠാക്കൂർ ബാരിക്ക് എഴുതി കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്ക് വിവാദപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ രണ്ട് രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്നവരുണ്ടാവും അല്ലേ. അന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും
ഹരിഹർ കാക്ക ഈ സ്ഥലം ഠാക്കൂർ ബാരിക്ക് കൊടുക്കുന്നതിനെ പറ്റിയും സഹോദരന്മാർക്ക് കൊടുക്കുന്നതിനെ പറ്റിയും 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണിപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.